വെറുതെ നമ്മുടെ പട്ടിയുടെ പാത്രത്തിൽ കൊണ്ടിട്ട് അവിടെ എന്നോട് തിന്നോളാം. എന്നാ വിശേഷം ചോദിച്ചതാ വല്ലവിടെ ആ ചക്കക്കൂട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ ചക്കക്കൂട്ടേ പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്ന്. പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്ന്. പുഴുങ്ങിയേ വെച്ചിട്ടുണ്ടോ? അമ്മ പറഞ്ഞു ചക്ക പറഞ്ഞ് ഞങ്ങൾ പറിച്ച്. ആ നമുക്ക് സന്തോഷമായി കേട്ടോ. കഴിക്കാൻ ചക്കപ്പുഴക്ക് എടുക്കുവാന്ന്. എടുക്കട്ടേന്ന് ചക്കപ്പുഴക്ക് കഴിക്കാൻ എടുക്കട്ടേന്ന്. കഴിക്കാൻ ഭക്ഷണം കഴിക്കാനായിട്ടേ എടുക്കട്ടേന്നാ ചോദിച്ചത്. ആ അമ്മ ചെല്ല്, അമ്മക്കാ എടുക്കുന്നേ. എടുത്തോണ്ടിരിക്കൂ, കൈ കഴുകിക്കൂ. കൈ കഴുകിയിട്ട് പോര്, ഇപ്പൊ കൊണ്ടുവരൂ. ഞാനും കഴിക്കാൻ പോവാ. അമ്മയ്ക്ക് എടുത്തു വെച്ചു. വാ പാനിട് ചൂടാകട്ടെ. കഴിച്ചിട്ടില്ല ഇതുവരെ. ചക്കയാ. അമ്മ പറഞ്ഞു ചക്ക പറപ്പിച്ചതാ. സെലിൻ ചേച്ചി കഴിഞ്ഞ ദിവസം വന്നു പറഞ്ഞു പറിച്ചോളാം. എലിക്കുട്ടി അമ്മ എപ്പോഴും നോക്കി പറഞ്ഞോണ്ടിരിക്കുവല്ലേ. ഇവിടെ ആരാ? എനിക്കറിയത്തില്ല. ഇവിടെ താമസം ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? എനിക്കറിയത്തില്ല എവിടെ ആരാ താമസിക്കണേന്ന്. ഞാൻ ഇന്നലെ കൈ കഴുകിയിട്ട് പോര്. കഴിക്കുന്നില്ലേ? എന്നാ എന്നെ അറിയത്തില്ലേ? എന്നെ അറിയല്ലേ? പിന്നെ ഇങ്ങനെ പകച്ചു നിക്കുന്ന എടുക്കണത് നോക്കട്ടെന്നാ പറഞ്ഞത്. അറിയെങ്കിലും പരിചയപ്പെടണം. എന്നാ നമുക്ക് തിന്ന് പരിചയപ്പെടാം. തിന്നോണ്ട് പരിചയപ്പെടാം. പൊക്കോ തിന്നോ. അമ്മയ്ക്ക് ആദ്യം കൊണ്ട വെച്ചത്. പിന്നെ അവിടെ കൊണ്ട വെച്ചിരിക്കുന്നു. ചക്ക പുഴുങ്ങിയത് ചുമ്മാ പ്ലാവേ നോക്കി മുഴുവൻ ചക്കയാ കുറ്റം പറഞ്ഞ്. അതുകൊണ്ട് ഒരു ചക്ക ഞാൻ പറിച്ചോണ്ട് വന്നതാ. എപ്പോഴും അതേ നോക്കി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. കൊതി പറഞ്ഞോണ്ടിരിക്കും. പുഴുങ്ങി തന്നേക്കാന്ന് വിചാരിച്ച്. ഇനി പറയരുത് കേട്ടോ. അമ്മ നേരെ നോക്കുമ്പോ കാണുന്നത് ആ പ്ലാവ. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അമ്മ കുഞ്ഞു പിള്ളേരുടെ മനസ്സല്ലേ, നല്ല മനസ്സിൽ കള്ളം ഇരിക്കുകയെന്ന് പറയുന്നത് പോലെയാ. ആ നേരെ അങ്ങ് പറയും. നേരെ ഇവിടുന്ന് നോക്കുമ്പോഴേ പ്ലാവല്ലേ കാണുന്നത്. അയ്യോ, അങ്ങനെ വലിയവരുടെയൊക്കെ പറിച്ചോണ്ട് പോകാൻ പറ്റുമോ? കാണുന്നവർക്കൊക്കെ ഒരു പ്ലാവ് കണ്ടു കഴിഞ്ഞാൽ വല്ലവരും പറഞ്ഞിരിക്കുന്നു പ്ലാവ് ചക്ക പറിച്ചോണ്ട് പോകാൻ പറ്റുമോ? അതൊന്നും നടക്കിയല്ല. അത് അവർക്ക് വേണ്ട. ആരെങ്കിലും പറിച്ചോണ്ട് പൊക്കോളാൻ പറയുവാണെങ്കിൽ ശരി. ചക്ക പറിച്ച് പൊഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ എലിക്കുട്ടിയമ്മയ്ക്ക് സന്തോഷമായിരുന്നു. രാവിലെ കാപ്പിപ്പൊടിയാണ്. ഒന്ന് അടുപ്പിച്ചു വെക്കണായിരിക്കും കസേര. അകലത്തിലായിരിക്കുന്നത്. അടുപ്പിച്ചു വെച്ചേ. കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തിനകത്ത്. ചക്ക കിട്ടിയില്ല, കടയിൽ ചെന്നിട്ട് കിട്ടിയ പൊട്ടച്ചക്കയായിരുന്നു. കട വഴി ഇപ്പൊ ചക്ക ഇല്ലാത്ത സമയത്താണ് വന്നതെന്നോ ഇല്ലേ? 3 ദിവസം മുമ്പ് കണ്ട ഈ ബ്ലോക്ക് ചക്ക കിട്ടിയെങ്കിലും ഉള്ളു. പക്ഷെ അത് കൊള്ളയില്ല. അത് തന്നെ. എല്ലാ പ്ലാവ് ഒത്തിരി മൂക്കണം നിന്ന് പ്രായമായി മൂത്താലേ ഉള്ളൂ. അല്ലാത്ത ചിലേനെ മിക്കവാറും കഴിപ്പുണ്ടാവും. ഇതുകൊണ്ട് എന്നാ കൊതിക്ക് തിന്നാന്ന് മാത്രമേ ഉള്ളൂ. ഇറച്ചിയാ ഒത്തിരി വെച്ചിട്ടില്ല. അമ്മ കഴിക്കല്ലാത്തൊരു ചെറിയൊരു കഷ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ. ചക്കരക്കണ്ടിനകത്ത് കുറച്ച് പുളിശ്ശേരി വെച്ച് കൊടുക്കുമായിരുന്നു തിന്നാന്. പക്ഷെ പുളിശ്ശേരി ഇല്ല. പള്ളിയിൽ പോകാം. ശ്രീവാപുരം പള്ളിയില് വരുവോ? പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പോകാം.
അല്ല ഗൗരവള്ളി പോകാനായിട്ട് അതിന് മാത്രം ആള് വേണം. ഒരാളും അമ്മ തന്നെ പോവോ? അമ്മ തന്നെ പോവോ? ഞാനൊക്കെ എൻ്റെ പോവോന്ന് വീട്ടിൽ ചോദിച്ചേ. ഞങ്ങൾ സ്ഥിരത്തിന് എല്ലാവരും പോകണം. ആറ് മാറി 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 പോവല്ലേ? ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല? ഏ? ഒരുമിച്ച് എല്ലാരും കൂടെ പോകത്തില്ല? ആ, ഒരുമിച്ച് എല്ലാരും കൂടെ പോയി അല്ലേന്ന്? ഒരുമിച്ച് ഒരു സവാരി ഉള്ളപ്പോൾ പോകും. ഒരുമിച്ച് പോയ എല്ലാവരും വീട്ടിലാളുണ്ടോ അല്ലേ? തിരുനാളോ ആഘോഷങ്ങളൊക്കെ ഉള്ളപ്പോൾ പോകും. എല്ലാവരും പോകും. ഇറച്ചിയാ കോഴിയോട് അത്ര താല്പര്യമില്ല. പട്ടിയുടെ വാർത്തത്തിൽ കൊണ്ടിട്ട് ഇവിടെ എന്നോട് ഇത് ഏലിക്കുട്ടിയമ്മയുടെ വീടാ. ഞാറുകുളം കുതിരക്കൊട്ടൻ ഏലിക്കുട്ടിയുടെ വീട്. എന്നാ ജോമോന്റെ വീട്. ഞാറുകുളത്തേല് ജോമോന്റെ വീടാകാവോ? എന്താ പറയാൻ പറഞ്ഞാൽ അമ്മ ചോദിച്ചുകൊണ്ടാ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. മാറ്റി വെച്ചിരിക്കുക. തിന്നിയല്ല നീ ഇറച്ചി കൂട്ടുന്നില്ലേ? ഇറച്ചി എടുത്ത് കൂട്ടുന്നില്ലേന്ന്? ഇറച്ചി തിന്നുന്നില്ലേന്ന്? ഇറച്ചിയൊന്നും വേണമെന്നില്ല. കോഴിയോട് അത്ര താല്പര്യമില്ല. പോത്തും പന്നിയൊക്കെ ആണല്ലേ അമ്മ കഴിക്കും. കഴിഞ്ഞോ? എലിക്കുട്ടിയമ്മയുടെ ചക്കപ്പുഴുക്ക് ചക്കയെ കൊതി പറഞ്ഞ് അങ്ങനെ ചക്കപ്പുഴുക്ക് എലിക്കുട്ടിയമ്മ മുഴുവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇറച്ചി മാത്രം കോഴി ആയതുകൊണ്ട് എലിക്കുട്ടിയമ്മയ്ക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് അത് കഴിച്ചിട്ടില്ല. പിന്നെ കഞ്ഞിവെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മധുരമില്ലാത്തതുകൊണ്ട് കഞ്ഞിവെള്ളത്തിൽ മധുരമില്ലാത്തതുകൊണ്ട് കഞ്ഞിവെള്ളത്തിൽ മധുരം ഇട്ട് കുടിക്കുന്ന എലിക്കുട്ടി. അതുകൊണ്ട് എലിക്കുട്ടിയമ്മ ഇച്ചിരി കുടിച്ചിട്ടില്ല. അതുകൊണ്ട് എലിക്കുട്ടിയമ്മ ഇച്ചിരി മടുപ്പ് പറയുന്നു. കഞ്ഞിവെള്ളത്തിൽ ആരെങ്കിലും പഞ്ചസാര ഇട്ട് കുടിക്കുവോ? കഞ്ഞാളോ? ആ, കഞ്ഞാളോ പഞ്ചസാര ഇട്ട് കുടിക്കുവോ? ആ ഇതൊക്കെ അല്ല, അങ്ങനെ ഉണ്ടോ ഒരു ശീലം? ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ട്. ഉപ്പിട്ട് കുടിക്കും അല്ലേ? കുടിച്ചിട്ടില്ല. ഉപ്പിട്ട് കുടിക്കും. ടിക്കറ്റ് അറിയിക്കും. എലിക്കുട്ടിയമ്മയ്ക്ക് മധുരം വേണം, അതാണ് കുഴപ്പം. ഞാൻ മരുന്ന് എടുത്തോണ്ട് വരുവാണേ. കുടിക്കാൻ മതി. മരുന്ന് കൊണ്ടുവരുവാ. അത് നമുക്ക് ജാക്കുമാർക്ക് കൊടുക്കാം. എലിക്കുട്ടിയമ്മ കഴിക്കല്ലേ, പിന്നെ എങ്ങനെയാന്ന് പറ. മരുന്നും കൂടെ ഉണ്ട്. ഉപ്പുനീരാ. ഉപ്പുനീരം. എന്റെ ദൈവമേ, ഞാൻ എനിക്ക് തല കറങ്ങുന്നുണ്ട് എലിക്കുട്ടി. ഇപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് തല കറക്കാം രാവിലെ തന്നെ. കുടിക്കണം കേട്ടോ. ഓ ഒന്നും വേണം. വെള്ളം മുഴുവൻ കുടിക്കണം. ഒന്നും പറ്റിയ അല്ല, ആശുപത്രി കൊണ്ടിടും. ആശുപത്രി പോയി കിടക്കണം. ഇവിടെ ഉപ്പുനീരാ. ഉപ്പുനീരൊന്നുമില്ല, ഞാൻ നോക്കിയിട്ടാ വരുന്ന. പാകത്തിന് ഉപ്പേ വേണ്ട. എലിക്കുട്ടിയമ്മ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം എടുത്ത് കൈ കഴുകാറുള്ളൂ. ഒരാൾ ഓടിപ്പോയി കഴുകുന്ന പരിപാടിയൊന്നും ഇപ്പം ഇല്ല. കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് ചിലപ്പോൾ പാത്രമായിട്ട് വാഷ് ബേസിലോട്ട് തന്നെ പോകും. ഇതും കൂടെ കുടിക്കും. കിടക്കാൻ പോകും. ഇത് കുടിക്കാൻ ചൂട് ഇപ്പം കുറച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കാവുന്ന ചൂടിലാ തന്നത്. ഇപ്പം പച്ചവെള്ളം ആക്കിയിട്ടുണ്ട്. കുടിക്കുക, അത് കുടിക്കേ. ഇത് കൊണ്ട് മതി. ആ വെള്ളം കുടിക്കും. ഇത് മതി. വെള്ളം കുടിക്കണം. മറ്റൊന്നും കാണാൻ പറ്റും. എപ്പോഴെപ്പോഴും വയന കാണാനായിട്ടിരിക്കുന്നത്. നോക്കാനും പറ്റും. ആഹാ, എന്നാ സിറ്റ് ഔട്ടിൽ പോയി കസേരയിലങ്ങ് ഇരുന്നെല്ലാം നോക്കിക്കൊണ്ടിരുന്നാ പോരെ? അതെ അതെ. ആ സിറ്റ് ഔട്ടിൽ പോയി ആ കസേരയില ഇരുന്ന് വഴിയെ പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ നോക്കാൻ മേലേ. എലിക്കുട്ടിയമ്മയോടാ ചോദിച്ചത്. എലിക്കുട്ടിയമ്മയോടാ ചോദിച്ചത്. ആ സിറ്റ് ഔട്ടിൽ പോയി ആ കസേരയിൽ ഇരിക്കണം. എന്താ വഴിയെ പോകുന്നവരെയൊക്കെ കാണണം. വിളിച്ച് പണ്ട് ചോദിക്കലായിരുന്നോ, എവിടെ പോവാ, എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ അങ്ങ് ചോദിക്കേ പോയിരുന്ന വഴിയെ പോണോ ജോർജ് ആണല്ലോ. എന്നാ ഓരോരുത്തരെ കണ്ടു പറയരുത്. അപ്പൊ അതൊന്നും കഴിയല. അപ്പൊ അകത്തിരുന്നുള്ള നോട്ടം. ഇതൊക്കെ അറിയാലോ, ഞങ്ങളെ കൊണ്ട് ഇതിട്ട് പറയിപ്പിക്കുന്നുണ്ടല്ലോ ചുമ്മാ. എല്ലാവരും തുടിക്കേ. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോകും. കുട്ടിക്ക് അറിയാന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ല. അവരുടെ കാര്യം നോക്കുമ്പോ എലിക്കുട്ടിയമ്മയുടെ ഓരോ നമ്പറുകളാണ് ഇതൊക്കെ. നമ്മളെ കൊണ്ട് ചുമ്മാ പറയിപ്പിക്കാന്നുള്ളത്. നമ്മളിങ്ങനെ തുള്ളാൻ നിൽക്കുവല്ലേ ഇല്ലേ? കുഞ്ഞു പിള്ളേരിട്ട് തുള്ളിക്കുന്ന പോലെ. എലിക്കുട്ടിയമ്മ ഇവിടുത്തെ ഇപ്പൊ 6 വയസ്സുകാരി. യോഹി എന്നെ വല്ലതും പറയും, ഞാൻ പോവാ. വെള്ളം എടുത്ത് കുടിക്കേ. വെള്ളം എടുത്ത് കുടിക്കാനേ. വെള്ളം ആ ഞാൻ കുടിക്കലില്ല. അതിനാ ഒരുപാട് വെള്ളം ഒരുപാട് കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ ആശുപത്രി പോയി കിടക്കേണ്ടി വരും. കൈ കഴിച്ച് കിടക്കാൻ പോകും. ആ
ആ വെള്ളം കുടിക്കമ്മേ. വേണ്ട ഇച്ചിരി കൂടെ കുടിക്കും. ഇച്ചിരി കൂടെ കുടിക്കാം. എന്നിട്ട് നമുക്കില്ല ടാറ്റ പോകാം. പള്ളിയിൽ പോണം. അരയത്ത് പുത്തമ്പരെ പോകാം. അപ്പഴേ ഉപ്പ അയ്യോ ഇല്ല. രോമ നോക്കി ചുമ്മാ പറയണതാ, വെറുതെ പറയുന്നതാ. നമുക്കത് കൂടുതലായിട്ട് തോന്നാതിരിക്കുന്നത് ഇല്ലെന്നേ, ഇത് കുടിക്കാൻ കഴിയാലാഞ്ഞിട്ട് പറയുന്നതാന്നേ. തോന്നാതിരിക്കുന്ന പറഞ്ഞു. ഒരുപാട് കുടിക്കേണ്ട കാര്യമില്ല. ആ കണ്ടോ, അതിന് പറയുന്ന സൂത്രവിദ്യ. ഇപ്പൊ മധുരം ഉള്ളതായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അങ്ങ് കുടിച്ചാൽ ഒറ്റ വലിക്ക്. അതെ ശരി കൂടെ. എന്നിട്ട് ഇന്നലെ കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു ഇത് എപ്പോഴും മുള്ളാൻ പോണം. ഞാൻ പറഞ്ഞു അതിനാ തരുന്നേന്ന്. എന്നാ കൈ കഴുകാൻ പോവാം. ഇതും കൂടെ കുടിച്ചിട്ട് എലിക്കുട്ടിയമ്മ കുത്തിയിരുന്ന് കാഴ്ചയെ കണ്ട ശേഷം മാത്രമേ പോയി കൈയൊക്കെ കഴുകുള്ളൂ. ഓടിപ്പോയി കഴുകുന്ന പരിപാടി ഇപ്പം ഇല്ല. അതൊക്കെ അങ്ങോട്ട് കുറച്ച് മാറിപ്പോയി. ക്ഷീണമാണ്. ഓടിപ്പോയി അങ്ങ് കഴുകണം. പാത്രം കഴുകാൻ പോകുന്നതുമല്ല. പാത്രം കഴുകാൻ ഇടയ്ക്ക് പോകും. പാത്രം കൊണ്ട് അവിടെ വാഷ് ബേസിന് ചിലപ്പോൾ കൊണ്ട് കഴുകും. കഴുകുന്നത് അല്ലെങ്കിൽ ഇവിടെ വെച്ചേക്ക് എന്റെ തരും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. ചിലപ്പം അങ്ങ് കൊണ്ടുപോയി കഴുകുകയും ചെയ്യും. 2 ദിവസം ചെയ്തതായിട്ട് മഴ ചാറുകയും കൂടെ ചെയ്തപ്പോഴത്തേനും ഇച്ചിരി ഇത് വായിക്കും അല്ലേ. ഒരാളുടെ ഹാപ്പി ബർത്ത്ഡേ, അമ്മയുടെ മകന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? ആ ഏത് മകന്റെയാ? സാബു, ടോമി, ജോമോൻ ആരുടെയാ? വല്ല അറിയാവോ? ഞാനില്ല, ഓർക്കണില്ല. ഇല്ല. അന്ന് അമ്മയുടെ കൂടെ നിൽക്കുന്നത് ആരാന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇപ്പൊ കൂടെ നിൽക്കുന്നത് അവനല്ലേ? ആര്? ഇളയവൻ. ഇളയവന്റെ പേരെന്നാ? ജോമോൻ. ജോമോൻ. ആ ജോമോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആണോ? ആ അത് നമുക്ക് കേക്ക് മുറിക്കാം. എത്ര വയസ്സായെന്ന് ചോദിച്ചു. എത്ര വയസ്സായി? അമ്മയ്ക്ക് അറിയാവോ എത്ര വയസ്സായിരുന്നു ജോമോന്? ഓർക്കണില്ല. ആണോ? ആ എന്നാ ജോമോനോട് ചോദിക്കാം എത്ര വയസ്സായിരുന്നു. എവിടെ ഓർക്കണം? ദേ കൊണ്ട് വെച്ചിരിക്കുന്നു. നമ്മളെ പറ്റി നമ്മളറിയാതെ നമ്മളോട് പറയാതെ ഇവര് അമ്മയും മക്കളെ കൊണ്ട് കൂടി കേക്ക് മേടിച്ചതാ. ചേട്ടായി അവിടെ നിന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു കേക്കൊന്നും മുറിക്കുന്നില്ലെന്ന് പറഞ്ഞു. ചേട്ടായി നിങ്ങള് ലിസിമോള് വിളിച്ചായിരുന്നു. ടോമി ലിസിമോള് ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചായിരുന്നു കുറച്ചു മുമ്പ്. ഇവര് ഇവിടെ ഇല്ലാത്ത സമയത്ത്. ചേട്ടായി മുറിച്ചില്ലെന്ന്. അപ്പൊ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു കേക്കൊന്നും മുറിക്കുന്നില്ല, പ്രായം കൂടുന്നതനുസരിച്ച് 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് മുറിച്ചോണെന്നാ ഞാൻ പറഞ്ഞു. 10 വയസ്സിന് താഴോട്ട് കേക്ക് മുറിച്ചോണം. അതിനിടയ്ക്ക് ഒന്ന് കേക്ക് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ബാക്കിയുള്ളവരുടെ എങ്ങനെയാന്ന് കേക്ക് മുറിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു. ഇപ്പൊ ഇവര് കേക്ക് എടുത്ത് വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് മുറിച്ചേക്കാല്ലേ? അമ്മയും കൂടെ പോയി മുറിക്ക്. അമ്മയുടെ ബർത്ത്ഡേ എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാനിങ്ങ് പറയാൻ മുറിക്കാൻ പറഞ്ഞു. ഇല്ലെന്നല്ലോ അമ്മയും മകനും കൂടെ അങ്ങ് മുറിച്ചോ. അല്ല അവൻ മുറിച്ചോളൂ. അങ്ങനെയാ? നമുക്ക് മുറിക്കാം. അത് വേണ്ട, നമുക്ക് മുറിക്കാം. അമ്മ ഞാനും കൂടെ കൂടിയാണ് കേക്ക് മുറിക്കുന്നത്. കേക്ക് വയസ്സും പ്രായമൊന്നും എഴുതിയില്ല. ഞാൻ മറന്നുപോയി പറയാ എന്റെ മകനോട്. മകൻ അത് ചെയ്തില്ലെങ്കിൽ കൊണ്ടുപോകും. ഒരു കേക്ക് ചേർത്ത് മേടിച്ചാ മതി. അതിനാന്ന് വെച്ചാൽ തിന്നാൻ ആളില്ല. എന്തിനു വെച്ചാൽ മധുരം ആർക്കും വേണ്ട. ഒരു കേക്ക് മേടിച്ച് കണ്ടു പോകുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് മുറിക്കാം. വരയൊന്നും ഇല്ല. ജോമൻ വേണമെങ്കിൽ എഴുത്തും വരയൊക്കെ വെച്ചോ. ഒന്നും എഴുത്തും വരയൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ പിടിക്കാനേ ഡിയർ ഹസ്ബൻഡ്. ഇതേ പിടിക്കാനാ പറഞ്ഞ വടിയെ. ഈ മുറിക്കണ സാധനം കത്തിയെ പിടി. കത്തിയെ പിടി. ഇത് കത്തിയെ പിടിക്കേ. അതെ പിടി. പിടിച്ചു. നമുക്ക് മുറിക്കാം. പിടിച്ചു മുറിക്കേ. എലിക്കുട്ടി പിടിക്കേ. എലിക്കുട്ടി അമ്മേ ഇങ്ങനെ പിടി. അങ്ങനെ മുറി. വയറ് കഴുകി പിള്ളയുടെ പെരുന്നാള് എലിക്കുട്ടി അമ്മയും മകനും കൂടെ കൂടി കേക്ക് മുറിക്കുകയാണെന്ന്. 51 വയസ്സ് പൂർത്തിയാകുന്ന 52 51 പൂർത്തിയാകുമല്ലോ. അപ്പൊ 52 52 കടക്കുന്നു. അപ്പൊ 52 അതല്ലേ എഴുതേണ്ടത്. 52 പൂർത്തിയാകുന്നില്ലല്ലോ. 52 കടക്കുന്നില്ലല്ലോ. 51 പൂർത്തിയാകുന്നു. അപ്പൊ 51 എഴുതട്ടെ. അത് 50 പൂർത്തിയായി 51 കടക്കുന്നു. ഇത് എന്തു പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 51 പൂർത്തിയാകുന്നു. അപ്പൊ 52 കടക്കുന്നു. അപ്പൊ 52 പൂർത്തിയാകുമ്പോ അല്ല 52 പറയുന്നത്. 52 പൂർത്തിയാകുമ്പോഴത്തേന് 52 വെക്കാൻ കൺഫ്യൂഷൻ ആണല്ലോ. എലിക്കുട്ടി അമ്മക്ക് പാത്രത്തില് ഐസാണല്ലോ മൊത്തം. ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചു കൊണ്ടായി. അപ്പൊ മകനെ സഹായിക്കാൻ വിളിച്ചില്ലേ, അന്നേരം മാന്റെ പൈസ കൊടുത്ത് വിട്ടതാ. അവൻ മറ്റത്തിൽ പോയി വാങ്ങിച്ചോണ്ട് വായിൽ ഇച്ചിരി വെച്ചു കൊടുക്കട്ടെ. ഹായ്. ഉമ്മ കൊടുക്കുന്നുണ്ടോ? മകനൊരു ഉമ്മ കൊടുത്തേര്. ഉമ്മ കൊടുക്കുന്നുണ്ടോ? എനിക്ക് കൊടുക്കാൻ പോട്ട്
ആ ഇന്നാ അമ്മയ്ക്ക് അമ്മ മകന് കൊടുക്ക്. എന്നാ ഇത് കൊടുക്ക്, വായി വെച്ച് കൊടുക്ക്. ഇങ്ങോട്ടാ ഞങ്ങളൊക്കെ തരട്ടെ. ഇത്രയൊന്നും വേണ്ട, ഒരു പീസ് മുറിച്ചു എല്ലാവർക്കും. അമ്മ ഇവിടെ ഇരുന്ന് തിന്നോ, അമ്മ ഇവിടെ ഇരുന്ന് തിന്നോ, ഇവിടെ ഇരുന്ന് തിന്നോ. അവിടെ ഇത് കഴിച്ചോമേ. നല്ല കേക്ക്, നല്ല കേക്കാണ്. നല്ല രുചിയുണ്ട് കേക്കിന്. നിന്റെ പേരെന്നാ വിവാനെ? ബട്ടർ സ്കോച്ചാ? അവിടെ ആൽമീന്റെ വീട്ടില്. അപ്പൊ അവർക്ക് കൊണ്ട കൊടുത്തേരെ. ബാക്കി അവർക്ക് കൊടുത്തേ. അപ്പൊ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇവര് നമ്മളെ സർപ്രൈസ് ആയിട്ട് എടുത്ത കേട്ടോ, അതുകൊണ്ട് മരിച്ചാണ്. ഞാനത് പ്രതീക്ഷിച്ചൊന്നുമില്ല. ഗ്രൂപ്പിനകത്ത് 12 മണി മുതൽ ഞാൻ നോക്കുന്നുണ്ട് ആരെങ്കിലും മെസ്സേജ് ഇടുന്നുണ്ടോ. ആരും മെസ്സേജ് ഇട്ടു. രാവിലെ എന്റെ പെങ്ങളാണ് ആദ്യം മെസ്സേജ് ഇട്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും മെസ്സേജ് ഇടും. സാറിന് ലിസി ചേച്ചി എടുത്തു. ലിസി ചേച്ചി എന്റെ ബർത്ത്ഡേക്ക് ചേച്ചി ആട്ടിയിട്ടത്. പിന്നെ ചേട്ടായും ചേച്ചിയും കൂടെ അവിടെ നിന്ന് വിളിച്ച് ആശംസകൾ നേർന്നു. അപ്പം വിഷ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം സാവുവിൻ്റെ അങ്ങോട്ടുള്ള കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ വലിയ ആഘോഷങ്ങളായിട്ടൊന്നും നടത്താറില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വീട്ടിലുള്ളവർ മാത്രം മുറിക്കുന്നത്. പൊതുവേ നമ്മുടെ പരിപാടികൾ അങ്ങനെയാണ്. നമ്മൾ പിള്ളേരുടെയൊക്കെ ചെറുപ്പത്തിൽ മാത്രം ആഘോഷപരമായിട്ട് നടത്തിയെന്നുള്ളതല്ലാണ്ട് പിന്നെ നമ്മൾ ആഘോഷപരമായിട്ട് നടത്തിയിട്ടില്ല. ഇങ്ങനെ വലിയവരെയൊക്കെ നമ്മൾ ഇത്തിരി ആഘോഷിക്കേണ്ട ശക്തിപൂർത്തി അങ്ങനെയൊക്കെ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ആഘോഷിക്കുന്നില്ല. അപ്പോൾ കേക്കും പിടിക്കുന്ന കൂട്ട് ഇവിടെ കൊണ്ട് കൊടുക്കും. ഇവിടെ ആളുണ്ടോയെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ആളുണ്ടെന്ന് തോന്നണം. വാതിൽ തുറന്നാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് അവർക്കുള്ള വീതം കൊണ്ട് കൊടുക്കാം. ഇവിടെ ആരും ഇല്ലേ? ആരും ഇല്ലെന്ന് തോന്നുന്നു. വണ്ടി ഇവിടെ ഇല്ലല്ലോ. വണ്ടി ഇവിടെ ഇല്ല. ആളുണ്ട്. ഹലോ, എന്നാ വിശേഷം? എന്നാ വിശേഷം? എന്നാ വിശേഷം എന്ന് ചോദിച്ചതാ. വല്ല എവിടെ പോയി? അതെ, ആരൊക്കെ പോയി? എഞ്ചിലും എന്നാ വിശേഷം വല്ല ഉണ്ടോ? ആരെ? മകൻ്റെ കൊച്ചിൻ്റെയാ? അവക്കും കൊടുത്ത് അവർക്കും കൂടെ വെച്ചേര്. അപ്പോൾ അവർ ചേട്ടായും ചേച്ചിയും കൂടെ അർത്തങ്കയ്ക്ക് പോയിരിക്കുകയാണ്. അവിടെ ചേച്ചിയുടെ റിലേറ്റീവിൻ്റെ മകൻ്റെ ആദ്യ കുർബാനയുണ്ട്, അതിന് പോയിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ നോക്കടാ. ചേട്ടാ സാവ് ഇവിടെ കൃഷി കപ്പയൊക്കെ നടാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കണം. മഴ ചാറിയുണ്ട്. ഇവിടെ മുന്തിരിങ്ങ ഉണ്ടായതാണ്, 2-3 ഉണ്ടായിരുന്നു. അതിൽ പോയി 3-4 തന്നെ ഉണ്ടായിരുന്നുള്ളതെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ജാക്കക്കൂട്ട ഞാൻ എളുപ്പത്തൊക്കെ നോക്കി അങ്ങനെ നിൽക്കുവാണ്. അല്ലേടാ ഡോക്കുകൂട്ടാ. അപ്പോൾ വേറെ വിശേഷം കൂടെ കാണിക്കാനുണ്ട്, നിങ്ങളോട് പറയാനായിരുന്ന മറന്നുപോയതാണ്. അപ്പം ജോമോൾക്ക് ആട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നാളെ പറഞ്ഞായിരുന്നല്ലോ ആട് മേടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാടിനെയും ഒരു കുഞ്ഞിനെയും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിലാണ് പിങ്കി കുഞ്ഞാണ് കിടന്ന് കരയുന്നത്. പിങ്കി കുഞ്ഞ് എന്നാ പിങ്കി. അപ്പോൾ അമ്മയോടാണ് കാണുന്നത്. ഇത് പിങ്കി കുഞ്ഞ്. ഇത് കൂട്ടൊരു ആട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ, നേരത്തെ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്നപ്പം. എല്ലാവരും വിട്ടോ ഇണക്കമുള്ളതാണ്, വഴക്കൊന്നുമില്ല. തീറ്റ സമയത്ത് കിട്ടിയില്ലെങ്കിൽ വിളിച്ച് കിടന്ന് കാറും. അമ്മയെ കൊണ്ട് കുഴപ്പമില്ല. മകള് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നായിരുന്നു, അതിൽ ഒരാളെ ഞങ്ങൾ മേടിച്ചുള്ളൂ. എല്ലാവരും കൂടെ കൊണ്ടുവന്ന് അവിടെ പറ്റിയില്ല. പിന്നെ അപ്പോൾ പൊന്നിക്കൊരു കൂട്ടായി. പൊന്നി ദേ അവിടെ തീറ്റൊക്കെ തിന്ന് ഇവിടെ കിടന്ന് നല്ല ചക്കമടലൊക്കെ അടിച്ച് കയറ്റിയിട്ട് മയങ്ങി അങ്ങനെ കിടന്ന് അയറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഒരാഴ്ച പുറത്തിറങ്ങിയാൽ അറിയാമായിരുന്നു എങ്ങനെയാന്ന്. അല്ലേ? അമ്മയുടെ തിന്നിട്ട് കിടന്ന് അയറുന്നു. ഇവള് ഒരു തീറ്റ കഴിഞ്ഞിട്ട് ഏറ്റു വന്നിട്ട് പിന്നെയും തിന്നണമെന്ന് പറഞ്ഞ് വരും. അല്ലേടി പെങ്കിക്കുട്ടി എന്നാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ ചേച്ചിയും ചേട്ടായും കൂടെ അവർ അർത്തങ്കയ്ക്ക് അവിടെ ആരുണ്ട് ആദ്യ കുർബാനുണ്ട്, അതിന് പോയിരിക്കും.
അതാ അവിടെ ആരുമില്ല. പിള്ളേര് മാത്രം. അവർ രണ്ടുപേരേ ഉള്ളൂ. ഒരു നമ്മുടെ പെണ്ണ് കിടന്ന കാറില്ല, പെണ്ണിനെ കൂടെ കാണിച്ചേക്കാന്ന് വെച്ച്. അപ്പം ഇന്ന് ഉച്ചത്തേക്കുള്ളതാ. ഉച്ചത്തേക്ക് വൈകിട്ടത്തേക്കും നമ്മുടെ ചീരയെല്ലാം തളർത്തിട്ടുണ്ട്. മഴ ചെയ്തില്ലായിരുന്നോ? അപ്പൊ അത് അങ്ങ് പറിച്ച് പിഞ്ചില് കറി വെക്കുവാണെങ്കിൽ നല്ലതാ, ഒത്തിരി മൂക്കുന്നതിന് മുമ്പേ. ചീരക്കറി അതിലെക്കുട്ടി അമ്മ ഇച്ചിരി കേക്ക് കൊടുക്കുക. കഴിച്ചില്ലേ? കേക്ക് കഴിക്കുന്നില്ലേ? കേക്ക് ആ ഉച്ച കഞ്ഞൂടി ഉണ്ടാക്കില്ലായിരിക്കും അല്ലേ? കേക്ക് ഇച്ചിരി കൂടെ തരട്ടെ? കേക്കേ ഇച്ചിരി കൂടെ തരട്ടെ എന്ന്. മധുരമുള്ളതല്ലേ ഈ മാറ്റി വെച്ച്. അമ്മയ്ക്ക് ക്രീമും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് അധികം കൊടുക്കുന്നില്ല, കുറച്ചേ കൊടുക്കുന്നുള്ളൂ. ഇത്തിരി മധുരം നമ്മുടെ കഴിച്ചു. മധുരമുള്ള ആയതുകൊണ്ട് അമ്മ അങ്ങനെ പിടിപ്പിക്കും, അല്ല പിടിപ്പിക്കുകയില്ല. നല്ല മധുരമല്ലേ? നല്ല മധുരമല്ലേ? അത് കഴിച്ചോ. ആ ക്രീമെല്ലാം മരത്തിന് ഇതും കൂടെ കഴിക്കും. എൻ്റെ കൃത്യം ബർത്ത്ഡേ ദിവസം അമ്മ എല്ലാം ഓർത്ത് പറഞ്ഞു ആരോടെയാണ് നിൽക്കുന്നത്, എവിടെ നിൽക്കുന്നതെന്നൊക്കെ. ചില സമയത്ത് പഴയകാലം ഓർമ്മ കയറി വരുന്നുണ്ട്. അത് അമ്മ കഴിച്ചോ, എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. അത് അമ്മയ്ക്ക് തന്നാ. കണ്ടവനെ മധുരമാണല്ലോ എന്നോർത്തും കഞ്ഞി കുടിക്കാൻ പാടാണല്ലോ എന്ന് ഓർത്താണ് കുറച്ച് തന്നത്. അപ്പം ഇന്ന് അമ്മ കൃത്യമായിട്ടെല്ലാം ഓർത്തു, ആരോടെയാണ് നിൽക്കുന്നതെന്നും പേരും ഒക്കെ ഓർത്ത് പറഞ്ഞു. പേരിക്കുട്ടിയമ്മ ഗുളിയൊക്കെ കഴിഞ്ഞ് വിടുന്നുള്ള പ്രാർത്ഥനയില്ല കേട്ടോ. ഇന്ന് മാതൃദിനാന്നുള്ള കാര്യം നമ്മൾ കേക്ക് മുറിച്ചപ്പോൾ പറയാൻ മറന്നുപോയി. എലിക്കുട്ടിയമ്മ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ചു, പക്ഷേ പറയുന്ന കാര്യം മറന്നുപോയി. ഇന്നേ അമ്മമാരുടെ ദിവസം. അമ്മമാരുടെ ദിവസം. അമ്മമാരുടെ ദിവസം. അമ്മമാർക്ക് വേണ്ടിയുള്ളൊരു ദിവസമായിരുന്നു. അമ്മമാരുടെ ഗുണങ്ങളും അമ്മമാർ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കണം. അമ്മമാരും പ്രാർത്ഥിക്കണം. ഓരോരുത്തരും മാറി മാറി പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. എല്ലാവരുടെ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇത് നമ്മള് അതിന് വലിയ ഫലങ്ങളൊന്നും നോക്കണ്ട. നമ്മളെ പറ്റാവുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി, ആർക്കും ദോഷം വരാതെ. അമ്മക്കെട്ട് കേക്ക് മുറിപ്പിച്ചു, പക്ഷെ നമ്മളെ ഈ കാര്യം പറഞ്ഞ കാര്യം മറന്നുപോയി. അമ്മ പ്രാർത്ഥനയിലാണ്. എല്ലാ അമ്മമാർക്കും മാതൃദിനത്തിന്റെ ആശംസ ലേറ്റായി നൽകുകയാണ് കേട്ടോ. ഒരു ദിവസം താമസിച്ചല്ലേ വീഡിയോ വരുന്നത്. നോക്കെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.